ഇന്നത്തെ സ്പെഷ്യൽ ഒരു ഇറച്ചിപ്പുട്ടാണ്. ഇത് ഞാൻ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അതുപോലെ ഇതൊരു ഫ്ലേവേർഡ് പുട്ടാണ്. ഇത് ഞാൻ ചമ്മന്തി ഫ്ലേവരും ക്യാരറ്റ് ഫ്ലേവരും കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇത് പുട്ടുപൊടി വെച്ചിട്ടല്ല ഞാൻ ഈ പുട്ട് ഉണ്ടാക്കുന്നത്. ഇത് ഞങ്ങൾ ചോറുണ്ടാക്കുമ്പോൾ എല്ലാ വീട്ടിലും കൂടിപ്പോവുമല്ലോ, അപ്പോൾ ആ ചോറ് വെച്ചിട്ടാണ് ഞാൻ ഈ പുട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ്. അപ്പോൾ ഇത് എന്ത് പറഞ്ഞാൽ നമ്മൾ കൂടുന്ന ചോറ് ഞങ്ങൾ അപ്പം തന്നെ ഫ്രീസറിൽ കയറ്റുക. അതുപോലെ 2-3 ദിവസത്തെ ചോറൊക്കെ ആകുമ്പോൾ ഒരു ദിവസത്തേക്കുള്ള പുട്ട് ആവും. അപ്പോൾ ആ ചോറ് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ട് ഒരു അരമണിക്കൂറാകുമ്പോൾ അത് വെള്ളമൊക്കെ ചോറ് സെപ്പറേറ്റായി വരും. അപ്പം ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക. അത് ഞങ്ങൾ ബസ്മതി ചോറാണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ സാധാ മട്ടച്ചോറോ കുറുവ ഏതും കുഴപ്പമില്ല. ഇപ്പോൾ ഇതിൽ 2 ടൈപ്പ് ചോറുണ്ട്. എൻ്റെത് മട്ടമുണ്ട്, ബസ്മതി ഉണ്ട്. അത് മിക്സ് ആക്കി തന്നെ ഇടുക, ഒരു പ്രശ്നമില്ല, ഏതും കുഴപ്പമില്ല. നാട്ടിൽ ഞങ്ങൾക്ക് റേഷനറി ഉണ്ടെങ്കിൽ റേഷനറി ഞങ്ങൾക്ക് പുട്ടുക്ക് വേണ്ടി തന്നെ ചോറുണ്ടാക്കി രാത്രി ഫ്രീസറിൽ വെച്ചിട്ട് രാവിലെ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒരു 10-20 മിനിറ്റ് വെള്ളത്തിലിടുമ്പോൾ തന്നെ അത് റെഡിയാവും. എന്നിട്ട് ഒരു മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. മിക്സിൻ്റെ പാത്രത്തിൽ ഫുള്ളാക്കി ഇടരുത്, ജസ്റ്റ് പകുതി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് 2 പ്രാവശ്യം ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. അതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കണം. ഇതിപ്പോൾ ബസ്മതി റൈസും മട്ട റൈസും വേറെ മിക്സ് ചെയ്യണമെന്നില്ല, ഒരുമിച്ച് ചെയ്താൽ മതി. എന്നിട്ട് ഞാനിത് 3 പാർട്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെത് ഫ്ലേവേർഡ് പുട്ടാണെന്ന്. അപ്പോൾ ആദ്യത്തെ ഞാൻ ചമ്മന്തി ഫ്ലേവറാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെയൊക്കെ ചമ്മന്തി ഉണ്ടാക്കുക. അതിൽ ഞാൻ കുറച്ച് തേങ്ങ എടുത്തു, അതിലേക്ക് കുറച്ച് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി, ഒരു പച്ചമുളകും, ജസ്റ്റ് കൊറിയൻഡർ ലീവ്സും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് വെള്ളമൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു പോർഷനിലേക്ക് അതിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് ക്യാരറ്റാണ് വേവിച്ച് വെച്ചത്, അതും ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ക്യാരറ്റിൻ്റെ പകരം ഞങ്ങൾക്ക് മാങ്ങയോ അല്ലെങ്കിൽ പൈനാപ്പിൾ, പപ്പായ, ഫ്രൂട്ടും നല്ല ഫ്രൂട്ട് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും എടുക്കുക. ഞാൻ ക്യാരറ്റ് എടുത്തുന്നുള്ളൂ, അതും ഇട്ട് കൊടുക്കുക. ഒന്ന് പ്ലെയിനാണ്. ഇന്ന് ഇത് ഞങ്ങൾക്ക് പുട്ടുക്ക് കൊഴിച്ചു തുടങ്ങാം. അതിലേക്ക് ഇതിൽ ഞാൻ ഉപ്പിട്ടില്ലായിരുന്നു, അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടിയാണ്. ഇത് സാധാരണ ഞങ്ങൾക്ക് പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ്. ഇത് അളവൊന്നും ഞാൻ പറയണില്ല, അത് ഓരോരുത്തരെ ചോറിൻ്റെ ഒരു ഇതാകും. എനിക്കൊരു 3-4 സ്പൂണ് വേണ്ടി വന്നു, അത്രയേ ഉള്ളൂ. അരിപ്പൊടി ആവശ്യത്തിനുള്ള അരിപ്പൊടി ഇട്ടിട്ട് ഞങ്ങൾ എങ്ങനെയാണ് പുട്ടിൻ്റെ അളവ് ആ അളവിൽ ഞങ്ങൾ പുട്ട് മാവ് കുഴച്ചെടുക്കുക. എന്നിട്ട് എല്ലാം റെഡി ആവുന്നവരെ വെക്കുക. ഞങ്ങൾക്ക് ഇനി ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാനുണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ട് എടുത്താൽ മതി. ഒരു അരമണിക്കൂർ ഇങ്ങനെ കുതിർത്തി വെക്കുമ്പോൾ ഞങ്ങൾ പുട്ട് നല്ല സോഫ്റ്റായി വരും. വെച്ച് കുഴപ്പമൊന്നുമില്ല, വെച്ചാൽ ഒന്നുകൂടി സോഫ്റ്റ് ആവും, അത്രേ ഉള്ളൂ. പിന്നെ ചോറ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഞങ്ങളെ പുട്ട് ഉറച്ചു പോകുന്നില്ല, നല്ല സോഫ്റ്റുള്ള പുട്ടാവും. എല്ലാതും അങ്ങനെയാണ്. ചമ്മന്തി ഫ്ലേവർക്ക് ഞാൻ തേങ്ങ ഇട്ടില്ലായിരുന്നു, ബട്ട് ഇതിന് ഞാൻ തേങ്ങ ഇട്ടു. ചമ്മന്തിയിൽ ഓൾറെഡി തേങ്ങ ഉള്ളത് കൊണ്ടാണ് ഇടാത്തത്. ബാക്കി എല്ലാത്തിനും അതുപോലെയാണ്. പക്ഷെ തേങ്ങ എക്സ്ട്രാ ഒരു കപ്പോളം ഇട്ട് കൊടുത്തു, കാരണം ഞങ്ങൾ പുട്ടുണ്ടാക്കുമ്പോൾ തേങ്ങ അല്ല മസാലയാണ് വെച്ച് കൊടുക്കുന്നത്, അതുകൊണ്ടാണ്. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഞങ്ങൾ മസാല ഒക്കെ റെഡി ആവുന്നവരെ ഒന്ന് റെസ്റ്റ് ചെയ്ത് വെക്കുക. ഇപ്പം ഞാൻ മസാല റെഡിയാക്കി എടുക്കുന്നത്. അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഒരു 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്കൊരു 2-3 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് നല്ലോണം ഒന്ന് സോട്ട് ചെയ്യുക. അതിനുശേഷം 2 ഉള്ളി ഞാൻ നല്ലോണം സ്ലൈസ് ചെയ്തതാണിത്. ഇത് വലിയ ഉള്ളിയാണ്, 2, ചെറുതാണെങ്കിൽ ഒരു 3 എടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇതിന് വെള്ളമൊന്നും ഒഴിക്കണില്ല, അതുകൊണ്ട് ഞങ്ങൾ ഉള്ളിയും തക്കാളിയും കുറച്ച് കൂടുതൽ എടുക്കണം. നല്ലൊരു ടേസ്റ്റ് വേണം നമുക്ക്.
ഇത് ഞങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഡിന്നർക്കോ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ലൊരു ഐറ്റമാണ്. പിന്നെ ഉള്ളി സോട്ടയ ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 1.5 സ്പൂണും മുളക് പൊടിയും ഒരു 2 സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ 1/2 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് ഗരം മസാല, ഒരു 1/2 സ്പൂണ് പെരിഞ്ജീരക പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അതൊരു 2 മിനിറ്റ് മിക്സ് ചെയ്ത ശേഷം ഒരു 2 ടൊമാറ്റോ ആണിത്, വലിയ ടൊമാറ്റോ ആണ്, ചെറുതാണെങ്കിൽ ഒരു 3 ടൊമാറ്റോയിലോ എടുത്താൽ മതി. നല്ലോണം മിക്സ് ചെയ്യുക. ഇത് ചിക്കൻ എൻ്റെ ഒരു 3/4 കിലോ ഉണ്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെക്കുമ്പോൾ ഞങ്ങൾ ചിക്കന് ഒന്ന് സോട്ടായി കിട്ടും. ഈ ചിക്കന് ഞാൻ പറഞ്ഞില്ല ഒരു 3/4 കിലോ ഉണ്ട്, അതിൻ്റെ അളവാണത്. ചിക്കൻ ഇത് വിത്ത് ബോണാണ്. ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തത്. പൊതുവേ ഇറച്ചി പുട്ടൊക്കെ എല്ലാവരും ചിക്കന് വേവിച്ച് അതിൻ്റെ ഇറച്ചാണ് ഇങ്ങനെ ഞങ്ങൾ ഫില്ലിങ്സ് ഒക്കെ ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. അതിൻ്റെ കാലം ഇങ്ങനെ കറി പോലെ ഡ്രൈ ആയിട്ടൊരു കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആവും ഞങ്ങൾ പുട്ടിന്. 2 മിനിറ്റ് കഴിയുമ്പോൾ അതിനെ കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചാൽ ഞങ്ങളെ ചിക്കനൊക്കെ വെന്ത് കിട്ടും. ഇടയ്ക്കൊന്നും അടിക്ക് പിടിക്കാതെ നോക്കണം. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ അടിക്ക് പിടിക്കൂല, എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിൻ്റെ വെള്ളമൊന്നും ഒഴിക്കൂല. അതുകൊണ്ട് പിന്നെ ഞാൻ ഒരു 2-3 സ്പൂണ് തേങ്ങ ഒന്ന് അരച്ചിട്ടൊന്ന് ചേർത്ത് കൊടുത്തു. അത് നല്ലൊരു ടേസ്റ്റിനാണ്. നിർബന്ധമൊന്നുമില്ല, തേങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണമെന്നില്ല. അപ്പം ഞങ്ങൾ കറി റെഡി ആയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മല്ലിയില ഇട്ടിട്ട് റെഡിയാക്കാൻ മതി. ഈ ഇറച്ചി പുട്ടിക്ക് ഞങ്ങൾ വേറെ കറിയൊന്നും എടുക്കണില്ല. അപ്പോൾ ഈ മസാല നല്ല ടേസ്റ്റോട് കൂടി വേണം ഉണ്ടാക്കാൻ. എന്നിട്ട് ഞങ്ങളിപ്പോൾ പുട്ട് റെഡിയാക്കി എടുക്കുക. അതിലേക്ക് ആദ്യം ഞങ്ങൾ തേങ്ങ ഇട്ട് കൊടുക്കണം അടിയിലേക്ക്. എന്നിട്ട് ഏതെങ്കിലും ഫ്ലേവർ ആയിരിക്കും. ആദ്യം ഞാൻ ക്യാരറ്റ് ഫ്ലേവറാണ് ഇട്ടത്. അതൊരു 3 സ്പൂണ് ഇട്ട് കൊടുത്ത് എന്നിട്ട് ഇറച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ കറി പോലെ ഉണ്ടാവാൻ പാടില്ല, ഡ്രൈ ആവണം. എന്നിട്ട് പ്ലെയിനാണ് ഇട്ട് കൊടുത്തത്. അതൊരു 2 സ്പൂൺ ഇട്ട് കൊടുത്ത് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഞങ്ങൾ മസാലയാണ് ഞാൻ വെച്ച് കൊടുത്തത്. ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ലൊരു ടേസ്റ്റാണ്. ഇറച്ചിൻ്റെയും ബാക്കി ഞങ്ങൾ ചമ്മന്തിയും ക്യാരറ്റും അതിൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവറാണ്. കൊഴിച്ച് കഴിക്കുമ്പോൾ പപ്പടം കട്ടൻ ചായ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ്. ഇന്ന് ഞാൻ വെള്ളിയാഴ്ചയാണ് ഉണ്ടാക്കിയത്. അത് ഞാൻ ലഞ്ചിക്കായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് എന്നും ബിരിയാണി ഉണ്ടാക്കുന്ന പകരം ഇങ്ങനെ ഹെവി ആണല്ലോ, പുട്ട് എന്ന് നോർമൽ അല്ലല്ലോ, ഇത് കുറച്ച് ഹെവി അല്ലേ. അങ്ങനെയൊക്കെ ലഞ്ചൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ പുട്ട് ഞാൻ ആവിക്ക് വെച്ചു. ഒരു 2-3 മിനിറ്റ് ആവി വരുമ്പോൾ തന്നെ ഞങ്ങൾ പുട്ട് റെഡിയാവും. ഞാൻ ഇങ്ങനെയുള്ള പുട്ടും പിന്നെ ചിരട്ടപ്പുട്ടുമാണ് ഉണ്ടാക്കിയത്. കുട്ടികൾക്ക് ചിരട്ടപ്പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ചിരട്ടപ്പുട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല ടേസ്റ്റി ആൻഡ് കളർഫുള്ളായിട്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ഞങ്ങൾക്ക് പുട്ടുപൊടി ഇല്ലാതെ തന്നെ ടേസ്റ്റായിട്ടുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ട് ഉണ്ടാക്കാൻ പറ്റും. കടയിലൊക്കെ പോയിട്ട് വെറുതെ കാശ് കൊടുത്തിട്ട് പുട്ടുപൊടി മേടിക്കണമെന്നില്ല. ആ ചോറ് കലീന പകരം അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി എന്നുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.